നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മനുഷ്യരാശിയുടെ മോസ്റ്റ് ആംബിഷ്യസ് ആൻഡ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് മിഷൻസിലൊന്നായ ദ പാർക്കർ സോളാർ പ്രോബിനെ കുറിച്ചാണ്. 2018 നാസ വിക്ഷേപിച്ച ഈ സ്പേസ് ക്രാഫ്റ്റ് ചരിത്രത്തിലെ ഏതൊരു ഹ്യൂമൻ മെയ്ഡ് ഒബ്ജക്റ്റിനേക്കാളും നമ്മെ സൂര്യനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. മാത്രമല്ല, ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്ന സൂര്യൻ എന്ന നക്ഷത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ വിപ്ലവം സൃഷ്ടിച്ചു. പാർക്കർ സോളാർ പ്രോബിന്റെ ഫൈൻഡിങ്സ് സൂര്യനെ കുറിച്ചുള്ള ദീർഘകാല രഹസ്യങ്ങൾ പരിഹരിക്കുക മാത്രമല്ല, പര്യവേക്ഷണത്തിനും കണ്ടെത്തലിനും പുതിയ വഴികൾ തുറക്കുകയും ചെയ്തു. സൂര്യന്റെ ഔട്ടർ മോസ്റ്റ് അറ്റ്മോസ്ഫിയറായ കൊറോണ എന്നറിയപ്പെടുന്ന സ്ഥലത്തിലൂടെ സഞ്ചരിച്ച് സൂര്യനെ സ്പർശിക്കുക എന്നതാണ് ഈ മിഷന്റെ പ്രൈമറി ഗോൾ. ഇതൊരു ചെറിയ നേട്ടമല്ല. മില്യൺസ് ഓഫ് ഡിഗ്രീസ് കെൽവിനിലെത്തുന്ന സൂര്യന്റെ സർഫസിനേക്കാൾ വളരെ ഉയർന്ന താപനിലയുള്ള ഒരു റീജിയനാണ് കൊറോണ. അതിനാൽ തന്നെ ഈ സ്പേസ് ക്രാഫ്റ്റ് ഇൻറ്റൻസ് റേഡിയേഷനെയും 2500 ഡിഗ്രീസ് ഫാരൻഹീറ്റ് വരെ ടെമ്പറേച്ചറിനെയും സഹിക്കണം. അതുകൊണ്ട് അതിൻ്റെ ഇൻസ്ട്രുമെന്റ് സുരക്ഷിതമായും പ്രവർത്തനക്ഷമമായും നിലനിർത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ഹീറ്റ് ഷീൽഡിനാൽ സംരക്ഷിക്കപ്പെടുന്നു. പാർക്കർ സോളാർ പ്രോബ് നടത്തിയ ഏറ്റവും വിസ്മയിപ്പിക്കപ്പെടുന്ന കണ്ടെത്തലുകളിൽ ഒന്ന് സ്വിച്ച് ബാക്സ് സ്ഥിരീകരിക്കുന്നതാണ്. ഇവ സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ സഡൻ ആൻഡ് ഡ്രമാറ്റിക് റിവേഴ്സൽസ് ആണ്. വർഷങ്ങളോളം ശാസ്ത്രജ്ഞർ അവരുടെ എക്സിസ്റ്റൻസ് തിയറൈസ് ചെയ്തു. എന്തുകൊണ്ടാണ് കൊറോണ സൂര്യന്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളതെന്ന് മനസ്സിലാക്കാൻ ഈ സ്വിച്ച് ബാക്സ് നിർണായകമാണ്. അത് കൺവെൻഷണൽ ഫിസിക്സിനെ ധിക്കരിക്കുന്ന ഒരു ഫിനോമിനനാണ്. ഈ മാഗ്നറ്റിക് സ്ട്രക്ചേഴ്സിനെ സ്റ്റഡി ചെയ്യുന്നതിലൂടെ കൊറോണൽ ഹീറ്റിംഗ് നയിക്കുന്ന മെക്കാനിസംസിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞരെ അമ്പരിപ്പിച്ച ഒരു മിസ്റ്ററിയാണ്. മറ്റൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് വെളിപ്പെടുത്തൽ സോളാർ വിൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഈ തുടർച്ചയായ പ്രവാഹം സൂര്യനിൽ നിന്ന് പുറപ്പെടുകയും എൻ്റയർ സോളാർ സിസ്റ്റത്തിനെ ബാധിക്കുകയും ചെയ്യുന്നു. പാർക്കർ സോളാർ പ്രോബ് തെളിയിച്ചത് കൊറോണയിലെ ഡൈനാമിക് പ്രോസസ്സുകളാൽ ഡ്രൈവ് ചെയ്യപ്പെടുന്ന സോളാർ വിൻഡ് പാർട്ടിക്കിൾസ് മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വളരെ വലിയ വേഗതയിലേക്ക് ത്വരിതപ്പെടുത്തുന്നു എന്നാണ്. ഈ കണ്ടെത്തലിന് സ്പേസ് വെതർ ഫോർകാസ്റ്റിങ്ങിന് ആഴത്തിലുള്ള സ്വാധീനമുണ്ട്. സോളാർ വിൻഡ് ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ യാത്രികരുടെയും ഭൂമിയിലെ പവർ ഗ്രിഡുകളുടെയും പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നു. കാറ്റ് എങ്ങനെ ഉത്ഭവിക്കുകയും വേഗത കൈവരിക്കുകയും ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കുന്നതിലൂടെ അതിൻ്റെ ഇമ്പാക്ട്സ് പ്രവചിക്കാനും ലഘൂകരിക്കാനും നാം കൂടുതൽ സജ്ജരാകും. കൂടാതെ സോളാർ ഫ്ലയേഴ്സിനെ കുറിച്ചും കൊറോണൽ മാസ് ഇജെക്ഷൻസ് അഥവാ CMEസിനെ കുറിച്ചും അത്ഭുതപൂർവമായ ഡാറ്റ പ്രോബ് നൽകിയിട്ടുണ്ട്. ഈ മാസീവ് ബേഴ്സ് ഓഫ് എനർജികളും ചാർജ് പാർട്ടിക്കിൾസും കമ്മ്യൂണിക്കേഷൻസ് തടസ്സപ്പെടുത്തുകയും സാറ്റലൈറ്റ്സിനെ ഡാമേജ് ചെയ്യുകയും ഭൂമിയിൽ വൈദ്യുതി മുടക്കം വരുത്തുകയും ചെയ്യും. സൂര്യനോടടുത്ത് ഈ സംഭവങ്ങളുടെ ഇനീഷ്യേഷൻസ് നിരീക്ഷിക്കാനും അവയുടെ ഒറിജിൻസ് കണ്ടെത്താനും അവയുടെ ഡൈനാമിക്സ് മനസ്സിലാക്കാനും പാർക്കർ നമ്മളെ സഹായിക്കുന്നു. സോളാർ സ്റ്റോംസിന്റെ കോൺസിക്വൻസസിൽ നിന്ന് നമ്മുടെ ടെക്നോളജി ഡിപ്പെൻഡന്റ് സൊസൈറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നതിന് ഈ അറിവ് വിലമതിക്കാനാവാത്തതാണ്. ഈ കണ്ടെത്തലുകൾക്കപ്പുറം പാർക്കർ സോളാർ പ്രോബ് ഹീലിയോസ്ഫിയറിന്റെ, അതായത് സൂര്യന്റെ സ്വാധീനത്താൽ ആധിപത്യം പുലർത്തുന്ന സ്പേസിന്റെ ബബിൾ പോലുള്ള പ്രദേശത്തിന്റെ സ്ട്രക്ചറിലും ബിഹേവിയറിലും വെളിച്ചം വീശുന്നു. സൂര്യന്റെ മാഗ്നറ്റിക് ഫീൽഡും ഇൻഡസ്റ്റെല്ലാർ എൻവയോൺമെന്റും തമ്മിലുള്ള കോംപ്ലക്സ് ഇന്ററാക്ഷൻസ് ഇത് വെളിപ്പെടുത്തി സൂര്യൻ സോളാർ സിസ്റ്റത്തിനെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നതിനുള്ള നിർണായക ഡാറ്റ നൽകുന്നു. ഈ മിഷന്റെ സക്സസ് മനുഷ്യന്റെ സാങ്കേതിക വിദഗ്ധതയും ഡിറ്റർമിനേഷനും തെളിയിക്കുന്നു. പ്രോബ് 4,30,000 മൈൽസ് പെർ അവർ വരെ സ്പീഡ്സിൽ യാത്ര ചെയ്യുന്നു. അതിനാൽ തന്നെ ഇത് ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ മെയ്ഡ് ഒബ്ജക്റ്റായി കണക്കാക്കപ്പെടുന്നു. വീനസിന്റെ ഗ്രാവിറ്റിയുടെ സഹായം ഉപയോഗിച്ച് തൻ്റെ ദിശയെ നിരന്തരം ക്രമീകരിച്ച് സൂര്യനോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുകയാണ് പാർക്കർ സോളാർ പ്രോബ്. ഇതിൻ്റെ ഓരോ കടന്നുപോകലും നമുക്ക് ന്യൂ ഡാറ്റാസ് നൽകുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്രമായ സൂര്യനെ കുറിച്ചുള്ള നമ്മുടെ അറിവിലേക്ക് പുതിയ കണ്ടെത്തലുകൾ നൽകുന്നു. അതിനാൽ എങ്ങനെയൊക്കെ സ്പേസ് എക്സ്പ്ലോറേഷൻ ഭൂമിയിലെ ജീവിതത്തിന് പ്രയോജനപ്പെടുന്നു എന്നതിന് ഒരു ഷൈനിങ് എക്സാമ്പിളാണ് പാർക്കർ സോളാർ പ്രോബ്.
ഇത് നൽകുന്ന നോളജ് നമുക്ക് സ്പേസ് വെതറിനെ പ്രെഡിക്റ്റിംഗ് ആൻഡ് മിറ്റിഗേറ്റിംഗ് ചെയ്യാനും സാറ്റലൈറ്റ്സ്, ഇലക്ട്രിക്കൽ ഗ്രിഡ്സ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് എന്നിവയെ സംരക്ഷിക്കാൻ നല്ല സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനും നമ്മെ സഹായിക്കുന്നു. സൂര്യൻ നമ്മുടെ ജീവനെ അത്യന്താപേക്ഷിതമായിരിക്കുമ്പോഴും അതിൻ്റെ ചലഞ്ചസ് നാം മനസ്സിലാക്കി നമ്മുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് സംരക്ഷിക്കേണ്ടതാണ് എന്ന് ഈ മിഷൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശാസ്ത്രീയ സംഭാവനകൾക്ക് പുറമെ പാർക്കർ സോളാർ പ്രോബ് നമുക്ക് വലിയ സ്വപ്നങ്ങൾ കാണാനും സ്റ്റാർസിലേക്ക് എത്താൻ ശ്രമിക്കാനുമുള്ള പ്രചോദനമാണ്. നൂറ്റാണ്ടുകളായി മനുഷ്യ പുരോഗതിയെ നിർവചിച്ചിട്ടുള്ള സ്പിരിറ്റ് ഓഫ് എക്സ്പ്ലോറേഷൻ അത് ഉൾക്കൊള്ളുന്നു. അത് സെൻഡ് ബാക്ക് ചെയ്യുന്ന ഓരോ ഡാറ്റയും നമ്മുടെ അസംഷൻസിനെ വെല്ലുവിളിക്കുകയും നമ്മുടെ ഹൊറൈസോൺസിനെ ബ്രോഡൻ ചെയ്യുകയും സയൻസ്, ടെക്നോളജി, എക്സ്പ്ലോറേഷൻ എന്നിവയുടെ ശരിയായ കോമ്പിനേഷനിലൂടെ ഏതൊരു വെല്ലുവിളിയും മറികടക്കാനാവുമെന്ന ആശയം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഭാവിയിലേക്ക് നോക്കുമ്പോൾ പാർക്കർ സോളാർ പ്രോബ് നടത്തിയ കണ്ടെത്തലുകൾ പുതിയ ദൗത്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കും അടിത്തറയാകും. സൂര്യനെ മാത്രമല്ല മറ്റ് സ്റ്റാർസിനെയും പ്ലാനറ്ററി സിസ്റ്റത്തിനെയും എക്സ്പ്ലോർ ചെയ്യാൻ അവ നമ്മെ സഹായിക്കും. ഇൻ ദ കമ്മിങ് ഡെക്കേഡ്സ് ഈ മിഷൻസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെയും പ്രപഞ്ചത്തെയും കുറിച്ചുള്ള ഗ്രാഹ്യത്തെയും കൂടുതൽ സമ്പന്നമാക്കുന്ന സാങ്കേതിക വിദ്യകളും മുന്നേറ്റങ്ങളും നാം കണ്ടേക്കാം. പാർക്കർ സോളാർ പ്രോബ് ഹ്യൂമൻ ക്യൂരിയോസിറ്റിയുടെയും ഇന്നൊവേഷൻ്റെയും വിജയമാണ്. സൂര്യനിലേക്കുള്ള അതിൻ്റെ യാത്ര അസാധ്യമായതിനെ അതിജീവിക്കാനും ഏറ്റവും ഗഹനമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാനുമുള്ള നമ്മുടെ കഴിവിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ്. നമ്മുടെ നക്ഷത്രത്തെ പഠിക്കുന്നതിലൂടെ അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ സൗരയൂഥത്തെ നിയന്ത്രിക്കുകയും നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ശക്തികളെക്കുറിച്ചും നമുക്ക് ഉൾക്കാഴ്ച ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.